ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അതിൽ, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്തിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂണ് വറ്റൽമുളക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചാറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അയമോദകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവറിലാണ് കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് മസാലയുടെ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ചീസ് ഒരുപാട് വേണ്ട. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലൊരു ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലല്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ട്രേ വേണമെന്ന് നിർബന്ധമല്ല, നിങ്ങളുടെ അടുത്തുള്ള സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി. അപ്പോൾ ഞാൻ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിലുള്ള ട്രേ എടുത്തിട്ടുള്ളത്. ഇതൊരു കേക്ക് ടിന്നാണ്. അപ്പോൾ ഇതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കിഴങ്ങിൻ്റെ കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കണം. അപ്പോൾ പരത്തി കൊടുക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുകയാണെങ്കിൽ ഒട്ടി പിടിക്കില്ല. ചെറിയൊരു കനത്തിൽ പരത്തി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊരിച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞു പോവും. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു കനത്തിൽ പരത്തി എടുക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. കനത്തിൽ പരത്തി എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് പൊരിച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോവും. ഇനി ഇത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2-2.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു പാത്രത്തിൽ ഓയിലാക്കി കൊടുത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇതുപോലെ ഇത്ര കട്ടിയെങ്കിലും വേണം കേട്ടോ ഇത്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇനി നമുക്കിത് ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതൊന്നും ആദ്യം മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ലൂസിലുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത്. അധികം കട്ടിയിലും വേണ്ട, എന്നാൽ അധികം ലൂസായിട്ടുള്ളതും വേണ്ട. അതിൻ്റെ ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്കിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടത്. ഇനി നമുക്ക് ഓരോ പൊട്ടാറ്റോ ട്രയാങ്കിളും ഈ ഒരു ബാറ്ററിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ള പൊട്ടാറ്റോ ട്രയാങ്കിൾസ് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യത്തിന് എടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുക്കാം.
ഇനി ഇത് ഒരു സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പതുക്കെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ, കാരണം ഇത് പൊട്ടിപ്പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. നമ്മളിതിൽ ചീസ് ചേർത്തത് കാരണം ആ ചീസൊക്കെ ചൂടായി കഴിയുമ്പോൾ ആ ചീസ് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ മറിച്ചിടുമ്പോഴൊക്കെ പൊട്ടിപ്പോവും. അതുപോലെ തന്നെ എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഇനി രണ്ട് സൈഡും ഒരുപോലെ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിത് പതുക്കെ ഇതുപോലെ കോരിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് ഒടിഞ്ഞു പോകും. കണ്ടോ, ഒരു കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ചീസൊക്കെ മെൽറ്റായിട്ടാണ്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടാറി കഴിഞ്ഞാൽ ഈ ചീസൊക്കെ തണുത്തിട്ട് പിന്നെ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഒക്കെ ആ ഒരു രൂപത്തിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ട്രയാങ്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചീസ് മെൽറ്റ് ആകുമ്പോൾ എന്തായാലും തോന്നുന്നു സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ മുറിഞ്ഞു പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിത് ചൂടാറുന്നത് വരെ എടുക്കുമ്പോഴും ചിലപ്പോൾ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.